നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സംശയങ്ങൾക്കുള്ള മറുപടി എന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരു 11 മാസം മുമ്പ് ഞാൻ നമ്മുടെ ചാനലിൽ കുവൈറ്റ് PCC എങ്ങനെ എടുക്കാം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിൽ കുറേയേറെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യപ്പെട്ടതായി ഞാൻ ശ്രദ്ധിച്ചു. അവയ്ക്കെല്ലാം തന്നെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ആ സംശയങ്ങളെല്ലാം പലർക്കും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ കമൻറ്റ് വായിച്ച് നോക്കി അതിൻ്റെ റിപ്ലൈ വായിച്ച് നോക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഈ സംശയങ്ങളുള്ള കുറേ പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ആ റെലവൻ്റായ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളിൽ ആരെങ്കിലും കുവൈറ്റ് PCC എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലുള്ള സുഹൃത്തുക്കളോ റിലേറ്റീവ്സോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ദയവ് ചെയ്ത് അയച്ചു കൊടുക്കുക. അത് വളരെ ഉപകാരപ്രദമാകും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അഞ്ജലി നായരാണ്. ഇഫ് വി ആർ ഔട്ട്സൈഡ് കുവൈറ്റ്, ഹൗ വിൽ ടേക്ക് കുവൈറ്റ് PCC? കുവൈറ്റിന് പുറത്തു നിന്നുകൊണ്ട് കുവൈറ്റ് PCC എങ്ങനെ എടുക്കാം എന്നാണ് അഞ്ജലി ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കുവൈറ്റ് PCC എടുക്കാം. ഇന്ത്യയിലെ ബോംബെയിലുള്ള കുവൈറ്റ് കൗൺസിലേറ്റ് വഴി നിങ്ങൾക്ക് കുവൈറ്റ് PCCക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് 6000 രൂപയാണ് ഫീസായിട്ട് അവർ വാങ്ങുന്നത്. ഇതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിലും കുവൈറ്റ് എംബസിയോ കുവൈറ്റ് കൗൺസിലേറ്റോ വഴി നിങ്ങൾക്ക് കുവൈറ്റ് PCC അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ റേറ്റ് ഓരോ രാജ്യങ്ങൾക്കും ഡിഫറൻസ് ആയിരിക്കും. അത് എംബസിയിൽ ഡയറക്റ്റ് ചോദിച്ചറിയുക. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജോസഫാണ്. കുവൈറ്റ് PCC ക്യാൻ റിക്വസ്റ്റഡ് വിത്ത് ലെറ്റർ ഫ്രം ഇന്ത്യൻ എംബസി, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, നോട്ട് മാൻഡേറ്ററി ടു ഹാവ് ലെറ്റർ ഫ്രം UK ഓർ ഓസ്ട്രേലിയൻ എംബസി. ജോസഫിൻ്റെ ഒരു ചോദ്യമല്ല, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ജോസഫ് പറയുന്നത് കുവൈറ്റ് PCC എടുക്കാൻ UK എംബസിയുടെയോ ഓസ്ട്രേലിയൻ എംബസിയുടെയോ ലെറ്റർ ആവശ്യമില്ല, ഇന്ത്യൻ എംബസിയുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് മാത്രം മതി എന്നാണ്. ഇത് തികച്ചും അസംബന്ധമാണ്. കാരണം ഇതുപോലെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ട് ഞാനും എൻ്റെ അളിയനും ഇന്ത്യൻ എംബസി പോവുകയും അവിടുന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുകയും ഏകദേശം 7-8 KD കൊടുത്തിട്ടാണ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചത്. അത് വാങ്ങിക്കാനായിട്ട് ഒരു ദിവസം പോയി നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം, വേറൊരു ദിവസം പോയി അത് വാങ്ങിക്കണം. ഇതിനെല്ലാം സമയം നഷ്ടമായിരുന്നു. എന്നിരുന്നാലും ഞങ്ങൾ ഇതുപോലെ 2 ദിവസം പോയി പൈസ അടച്ച് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങി കുവൈറ്റ് PCCക്ക് അപ്ലൈ ചെയ്യാൻ പോയപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യയിലേക്കല്ലല്ലോ പോകുന്നത്, നിങ്ങൾ പോകുന്നത് UK-ലേക്കല്ലേ. അങ്ങനെയാണെങ്കിൽ UK എംബസിയുടെ ലെറ്റർ തന്നെ വേണം. ഇന്ത്യൻ എംബസിയുടെ ലെറ്റർ കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല. ഞാനെടുത്ത ആ ഒരു ലെറ്റർ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. യാതൊരു ഉപയോഗവും ഇല്ലാതെയാണ് ആ ലെറ്റർ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ട് ജോസഫ് ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ ആർക്കും പറഞ്ഞു കൊടുക്കാണ്ടിരിക്കും. അടുത്ത ഒരു കമൻറ്റ് വന്നിരിക്കുന്നത് എബി അബ്രഹാത്തിൻ്റെയാണ്. കുവൈറ്റ് PCC എടുക്കുന്നതിന് റിക്വസ്റ്റ് ലെറ്റർ UK എംബസി കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ PCC കിട്ടും പ്ലീസ്? എബി അബ്രഹാത്തിൻ്റെ ചോദ്യം വാലിഡാണ്. കാരണം ആ വീഡിയോ ഞാൻ 11 മാസം മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ തന്നെ പറയുന്നുണ്ട്, UK എംബസിയിൽ നിന്ന് അങ്ങനെ ഒരു ലെറ്റർ കിട്ടുന്നില്ല, അതുകൊണ്ട് എനിക്ക് PCC എടുക്കാൻ സാധിച്ചില്ല. ഞാൻ എൻ്റെ വൈഫിന് വേണ്ടിയുള്ള PCCക്ക് വേണ്ടിയാണ് അന്ന് നടന്നത്. ഞാനത് ഒരു ഏജൻസി വഴിയാണ് എടുത്തത്. 30,000 രൂപ കൊടുത്താണ് അതെടുത്തത്. പക്ഷേ ഞാൻ UK-ലേക്ക് പോരുന്നതിന് മുമ്പ് എനിക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ കിട്ടി. അപ്പോൾ ഈ വീഡിയോടൊപ്പം ഞാൻ അതുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. UK എംബസി പോയിട്ട് നിങ്ങൾക്ക് ഒരു ലെറ്റർ കിട്ടില്ല. പക്ഷേ UK എംബസിയുടെ വെബ്സൈറ്റിൽ ഒരു മെമോ ഉണ്ട്, അത് പ്രിൻ്റ് എടുത്താൽ അതിൻ്റെ ലിങ്ക്, ആ ഒരു ലെറ്ററിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ പഴയ വീഡിയോയുടെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലും ഇടുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും UK-ലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർ കുവൈറ്റ് PCC ആവശ്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലിങ്കിൽ പോയി ആ ലെറ്റർ പ്രിൻ്റ് എടുത്താൽ മതിയാവും. അടുത്ത ഒരു കമൻറ്റ് ജെറിൻ ജോസഫിൻ്റെയാണ്. ഞാൻ UK സ്പൗസ് വിസയിലാണ് പോകുന്നത്. 5 വർഷമായി കുവൈറ്റിൽ വർക്ക് ചെയ്യുകയായിരുന്നു. 2020 ഓഗസ്റ്റിൽ എക്സിറ്റ് അടിച്ച് നാട്ടിൽ പോകുന്നു. അപ്പോൾ എനിക്ക് UK-യിൽ പോകാൻ കുവൈറ്റ് PCC ആവശ്യമുണ്ടോ? ജെറിനെ, ഞാനും കുവൈറ്റിൽ ഒരു 7 വർഷം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് പ്രോപ്പറായിട്ട് എക്സിറ്റ് അടിച്ചിട്ടാണ് UK-ലേക്ക് വന്നത്. പക്ഷേ UK-ലേക്ക് ഡിപ്പെൻഡൻറ്റ് വിസയിലേക്ക് വരണമെങ്കിലും നിങ്ങൾ ഏതെല്ലാം രാജ്യത്ത് 3 മാസത്തിന് മുകളിൽ താമസിച്ചിട്ടുണ്ടോ അവിടുത്തെ എല്ലാം PCC വേണം. ഇപ്പോൾ കുവൈറ്റ് 5 വർഷം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ദുബായ് ഒരു
2 വർഷം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ദുബായ് PCC കൂടി ആവശ്യമായി വരും. അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. അതുപോലെ ഏത് രാജ്യത്ത് നിങ്ങൾ 3 മാസത്തിൽ കൂടുതൽ നിന്നിട്ടുണ്ടോ ആ രാജ്യങ്ങളിലെ എല്ലാം PCC നിങ്ങൾ UK വരുന്നതിന് മുമ്പ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് റോബി റോക്കിയാണ്. റോബി റോക്കിയുടെ ചോദ്യം, എനിക്ക് കിട്ടിയ PCCയിൽ സീരിയൽ നമ്പർ ഉണ്ടോ എന്നുള്ളതാണ്. എനിക്ക് കിട്ടിയ PCCയിൽ സീരിയൽ നമ്പർ ഇല്ല. ഞാനെടുത്തത് കുവൈറ്റിൽ നിന്നും ഡയറക്റ്റാണ്. എൻ്റെ വൈഫിന് വേണ്ടി എടുത്തത് ഇന്ത്യയിൽ നിന്നും ഏജൻസി വഴിയാണ്. 2 PCCയിലും സീരിയൽ നമ്പർ ഇല്ല. റോക്കിയുടെ കമൻറ്റ് ഒരെണ്ണം കൂടിയുണ്ട്. റോക്കി പറഞ്ഞിരിക്കുന്നത് ഓസ്ട്രേലിയ നീഡ്സ് ദ സീരിയൽ നമ്പർ. നമ്മൾ PCCക്ക് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഏത് രാജ്യത്തേക്കുള്ള PCC ആണ് എന്ന് അവരോട് പറയുന്നുണ്ട്. അപ്പോൾ UK സീരിയൽ നമ്പർ ആവശ്യമില്ലാത്തത് കൊണ്ടാവാം അവർ അത് ഉൾപ്പെടുത്താത്തത്. ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അവർ ഉൾപ്പെടുത്തുമായിരിക്കും. അടുത്ത കമൻറ്റ് സബീർ അലിയുടെയാണ്. സബീർ അലി ചോദിച്ചിരിക്കുന്നത് ബ്രൂണൈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള PCC എങ്ങനെ എടുക്കുന്നതാണ്. ആക്ച്വലി എനിക്ക് ആ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് അറിയില്ല. ആ യൂണിവേഴ്സിറ്റി ഏത് രാജ്യത്താണെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് എനിക്കതിനുള്ള റിപ്ലൈ അയക്കാൻ സാധിക്കില്ല. അടുത്ത കമൻറ്റ് ബിൻ ജോണിൻ്റെയാണ്. ഞാൻ സ്പൗസ് വിസയിൽ UK പോകാനിരിക്കുകയാണ്. 7 വർഷമായി കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു. PCC ഓഫീസ് ഇപ്പോൾ ഓപ്പൺ ആണോ? ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ എംബസി ലെറ്റർ കൊടുത്താൽ UK PCC കിട്ടുമോ? അതിപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു കമൻറ്റാണ്. ഈ കോവിഡ് സിറ്റുവേഷനിൽ ഞാൻ അന്വേഷിച്ചത് വെച്ച് കുവൈറ്റ് PCC എടുക്കുന്ന ഓഫീസ് ഓപ്പൺ ആണ്. ഏറ്റവും ഉചിതമെന്ന് പറയുന്നത് കുവൈറ്റ് PCC എടുത്തിട്ട് നാട്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. നാട്ടിൽ പോയി പിന്നെ ബോംബെയിൽ പോയി PCC എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ. ഈ UK എംബസി ലെറ്ററിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതനുസരിച്ച് ഈ വീഡിയോയുടെ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതാണ് ലെറ്റർ. ആ ലെറ്റർ പ്രിൻ്റ് എടുത്തിട്ട് പോയാൽ നിങ്ങൾക്ക് PCC വളരെ എളുപ്പത്തിൽ യാതൊരു പൈസയും മുടക്കാതെ കുവൈറ്റിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് ശ്രീജിത്ത് നീലാംബരൻ ഒരു കമൻറ്റ് ചെയ്തിരിക്കുന്നത്, നിനക്ക് കുറച്ച് ഉച്ചത്തിൽ സംസാരിച്ചൂടെയോ, എന്ത് വീഡിയോ ആണിത്? അത് കഴിഞ്ഞ വീഡിയോ ശ്രീജിത്തിന് താങ്ക്സ് പറയാണ് നല്ലൊരു നിരൂപണം നടത്തിയതിന്. കഴിഞ്ഞ വീഡിയോ കുറച്ച് സൗണ്ട് കുറവായിരുന്നു. എനിവേ എല്ലാവരോടും സോറി. ഈ വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത കമൻറ്റ് പ്രിൻസ് ടി ജോർജിൻ്റെയാണ്. ഹായ് ബ്രദർ, ഞാൻ PCC എടുത്ത് എനിക്ക് അതിൻ്റെ വാലിഡിറ്റി 2020 ഫെബ്രുവരി 8 വരെ ഉള്ളൂ. എനിക്ക് സൂൺ വിസ വാലിഡിറ്റി മാർച്ച് 18 വരെ ഉണ്ട്. PCC അറ്റസ്റ്റ് ചെയ്യണമോ? വാലിഡിറ്റി കഴിയാതെ പുതിയ PCC എടുക്കാൻ ആകുമോ? ഈ കമൻറ്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് കുറച്ച് നാളുകൾ മുമ്പ്, ഏകദേശം ഒരു 6 മാസം മുമ്പാണ് ഈ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയുള്ള അവസ്ഥകൾ വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതിനുള്ള റിപ്ലൈ ഇപ്പോൾ തരുന്നത്. കുറച്ച് ലേറ്റായി പോയി. പക്ഷേ പ്രിൻസിനുള്ള റിപ്ലൈ ഞാൻ ഓൾറെഡി ആ കമൻറ്റിന് താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ സിറ്റുവേഷനിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു റിപ്ലൈ പറയുന്നത്. വിസ തീർന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് PCC എടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. വിസയും PCCയും ആയിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾ അവിടുന്ന് പോരുന്നതിന് മുമ്പ്, ഇപ്പോൾ ഈ മാസം അവസാനമാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പോകുന്നതിന് 2 ആഴ്ച മുമ്പ് PCC എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. PCCയുടെ കാലാവധി 3 മാസം മാത്രമാണ്. നിങ്ങൾ നേരത്തെ PCC എടുത്ത് വെച്ച് പിന്നെ ഇവിടുന്ന് പോകാൻ ലേറ്റായി, അപ്പോഴേക്കും 1 മാസം കഴിഞ്ഞു, പിന്നെ നാട്ടിൽ പോയി പ്രോസസ്സിംഗ് എല്ലാം തുടങ്ങി കഴിയുമ്പോഴേക്കും 3 മാസം ആവുകയാണെങ്കിൽ ആ PCCയുടെ വാലിഡിറ്റി തീർന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും ഉണ്ടാവുക. പിന്നെ ഈ PCCയുടെ വാലിഡിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ UK പ്രോസസ്സിങ്ങിന് PCC സബ്മിറ്റ് ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് വിസ കിട്ടുന്ന ദിവസം വരെ PCC വാലിഡിറ്റി വേണമെന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ PCCയുടെ വാലിഡിറ്റി അടുത്ത ആഴ്ച തീരുകയാണ്, നിങ്ങൾ ഈ ആഴ്ചയാണ് അത് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ PCC വാലിഡാണ്. പക്ഷേ നിങ്ങളുടെ വിസ അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. എന്നിരുന്നാലും നിങ്ങളുടെ PCC വാലിഡാണ്. നിങ്ങൾ എന്നാണ് സബ്മിറ്റ് ചെയ്യുന്നത് ആ ദിവസം വരെ PCC വാലിഡിറ്റി ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. ഷാഫിസ് മജീദിൻ്റെ കമൻറ്റ്, ഈ ഡോക്യുമെൻ്റ് സ്റ്റാമ്പ് ചെയ്യണം, ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരുമോ? സാധാരണ അറബ് കൺട്രീസിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ അവരുടെ എല്ലാ ഒഫീഷ്യൽ പേപ്പേഴ്സും അറബിക്കിലായിരിക്കും. അത് ഒരു ഇംഗ്ലീഷ് കൺട്രിയിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ട്രാൻസ്ലേഷൻ ആവശ്യമായി വരും.
ട്രാൻസ്ലേഷൻ ചെയ്തതിന് ശേഷം സ്റ്റാമ്പ് ചെയ്യേണ്ടതായിട്ടും വരും. പക്ഷേ കുവൈറ്റ് PCC ഇംഗ്ലീഷിലാണ് അവർ തരുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റാമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അത് വാലിഡ് ആണ്. അടുത്ത ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് മധുസൂദനനാണ്. എനിക്ക് കുവൈറ്റിൽ ഫിംഗർ ഉണ്ട്, കുവൈറ്റിൽ വരാൻ പറ്റുമോ? പ്ലീസ് റിപ്ലൈ. അതിൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ വിസയുടെ വാലിഡിറ്റി കഴിഞ്ഞു പോയി കാണും, നാട്ടിലായിരിക്കും, കുവൈറ്റിൽ ഓൾറെഡി ഫിംഗർ പ്രിൻ്റ് കൊടുത്തിട്ടുള്ള ആളായിരിക്കും. ഇനി കുവൈറ്റിൽ വരാൻ പറ്റുമോ എന്നാണ് ചോദ്യമെങ്കിൽ അതിനുള്ള ഉത്തരം 6 മാസമോ 1 വർഷത്തിനോ ശേഷം നിങ്ങളുടെ കുവൈറ്റ് വിസ ഓട്ടോമാറ്റിക്കലി ക്യാൻസലാവും. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. പുതിയ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്പോൺസർ നിങ്ങളെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലം ഇല്ലാതെ കുവൈറ്റിലേക്ക് വരാൻ സാധിക്കും. ഈ ചോദ്യം PCC ആയിട്ട് ബന്ധമില്ലാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത ഒരു കമൻറ്റ് ഹിതേഷിൻ്റെ ആണ്. ബ്രദർ, ഞാൻ കുവൈറ്റിൽ 6 വർഷം വർക്ക് ചെയ്തു. വെക്കേഷനിൽ വന്നപ്പോൾ ഒരു ആക്സിഡൻറ്റ് ആയി റിട്ടേൺ വരാൻ പറ്റിയില്ല. എനിക്ക് ഒറിഡോയിൽ പേയ്മെൻറ്റ് പെൻഡിങ് ഉണ്ട്. എനിക്ക് PCC കിട്ടുമോ? ഒറിഡോ പേയ്മെൻറ്റ് ഉണ്ടെങ്കിലും PCCക്ക് അത് പ്രോബ്ലമായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവർ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടില്ലെങ്കിൽ. സാധാരണ ഞാൻ കുറേ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെ നിന്ന് കുറച്ച് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളോ മൊബൈലോ ലാപ്ടോപ്പോ ഐപാഡോ ഒക്കെ ഒറിഡോയുടെ സ്കീം വഴി എടുത്തിട്ട് പേയ്മെൻറ്റ് നടത്താതെ നാട് വിടുക, ഒരു ഹ്യൂജ് എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ കേസ് കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ PCCനെ ബാധിക്കും. ഇപ്പോൾ 2-3 മാസത്തെ ബില്ല് പെൻഡിങ് വന്നു, നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയില്ല, നിങ്ങളുടെ വിസ ക്യാൻസലായി പോയി, നിങ്ങൾ നാട്ടിലായി പോയെങ്കിൽ അവർ കേസ് കൊടുക്കില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് PCC കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അവിടെ കേസ് ഉണ്ടെങ്കിൽ PCCക്ക് അത് ബുദ്ധിമുട്ടായി വരും. അടുത്ത ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ക്ലെമൻ പ്രദീപാണ്. ഹായ് ബ്രോ, ഐ നീഡ് കുവൈറ്റ് PCC ഫോർ ഓസ്ട്രേലിയൻ PR. Can I get your contact details, email or WhatsApp? I would like to know more details how to apply from outside Kuwait. ക്ലെമൻറ്റ് ചോദിച്ചിരിക്കുന്നത് കുവൈറ്റ് PCC ഓസ്ട്രേലിയൻ PR കിട്ടാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് കുവൈറ്റ് PCC എടുക്കാൻ പറ്റുമോ എന്നറിയാനാണ്. ഓസ്ട്രേലിയയിൽ കുവൈറ്റ് എംബസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുവൈറ്റ് എംബസി വഴി PCC എടുക്കാൻ സാധിക്കും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടിയോണ്ട് യാതൊരു ഉപകാരം അതിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും തന്നെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. കുറേ പേര് ഇതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അതിനെല്ലാം റിപ്ലൈ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തു. അവരെല്ലാം വാട്സപ്പിലൂടെ തന്നെ ബന്ധപ്പെട്ട് ഞാൻ അവരെല്ലാം ഹെൽപ്പ് ചെയ്തു, എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ ഇൻഫർമേഷൻ കൊടുത്ത്. അല്ലാണ്ട് വേറെ രീതിയിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അടുത്ത ഒരു കമൻറ്റ് ജിൻസൺ ജേക്കബിൻ്റെയാണ്. എനിക്ക് UK പോകാൻ എങ്ങനെ PCC അപ്ലൈ ചെയ്യാൻ സാധിക്കും? അപ്പോൾ ഈ വീഡിയോ ഇത്രയും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ചോദ്യം ലിനു അനീഷിൻ്റെയാണ്. ഹായ് ചേട്ടാ, എനിക്ക് PCC ഫ്രം കുവൈറ്റ് വേണമായിരുന്നു. ഞാനിപ്പോൾ കേരളത്തിലാണ്. കുവൈറ്റ് കൗൺസിലേറ്റ് മാത്രമേ ഉള്ളൂ. എൻ്റെ അറിവിൽ ബോംബെയിലെ കുവൈറ്റ് കൗൺസിലേറ്റ് വഴി മാത്രമേ ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അന്വേഷിച്ചത് വെച്ച് അങ്ങനെയാണ്. വേറെ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന വേറെ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് അറിയാമെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അത് എനിക്കും മറ്റുള്ളവർക്കും, ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. അടുത്ത ഒരു ചോദ്യം അസ്ലാം അലി. അവിടുത്തെ ക്ലൈമറ്റ് എന്താണോ ഒന്ന് പറഞ്ഞു തരാമോ? കുവൈറ്റിലെ ക്ലൈമറ്റ് ആണെങ്കിൽ ചൂടുകാലത്താണെങ്കിൽ നല്ല ചൂടും തണുപ്പ് കാലത്താണെങ്കിൽ നല്ല തണുപ്പുമാണ്. ചൂടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹൊറിബിൾ ചൂടാണ്. ഇപ്പോൾ ഒരു ചൂടുകാലമാണ് അവിടെ. UK ചൂടുകാലമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ചൂടാണെന്ന് പറയാൻ പറ്റില്ല. വെയിലാണെങ്കിൽ നല്ല വെയിലായിരിക്കും, അതിന് നല്ല ചൂടുണ്ടാവും. പക്ഷേ പെട്ടെന്നായിരിക്കും മഴ വരിക, അപ്പോൾ പെട്ടെന്ന് തണുക്കും. തണുപ്പ് കാലമാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും, എക്സ്ട്രീം തണുപ്പായിരിക്കും. കാനഡ പോലെ മഞ്ഞ് പെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയാൻ ഞാനിവിടെ വന്നിട്ട് വെറും 6-7 മാസമേ ആകുന്നുള്ളൂ. അടുത്ത ഒരു കമൻറ്റ് ശിവാക്കയുടെയാണ്. ഹലോ, യൂഷ്വലി എത്ര ഡേയ്സ് എടുക്കും PCC കിട്ടാൻ? അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് കുവൈറ്റിൽ PCC അപ്ലൈ ചെയ്ത ദിവസം മുതൽ കറക്റ്റ് 7 ദിവസമാണ് അവർ പറയുന്നത്. അതിന് മുമ്പ് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല, പ്രത്യേകിച്ച് മലയാളികൾക്ക്. ഏജൻസി വഴിയാണെങ്കിൽ ഞങ്ങൾക്ക് ഏജൻസിയിൽ സബ്മിറ്റ് ചെയ്ത് 2-ാം ദിവസം സോഫ്റ്റ് കോപ്പിയും 4-ാം ദിവസം ഹാർഡ് കോപ്പിയും കിട്ടി. എന്തുകൊണ്ടാണ് ഈ കമൻറ്റിൽ ഞാൻ മലയാളികൾക്ക് എന്ന് പ്രത്യേകം പറഞ്ഞതെന്ന് അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ കൂടി പറയാം. കുവൈറ്റ് PCC ഓഫീസിൽ റിസപ്ഷനിൽ ഇരിക്കുന്നത് ഒരു മലയാളി ചേട്ടനാണ്. ആ മലയാളി ചേട്ടനും മലയാളികളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്ന് ഞാൻ പോയപ്പോൾ മനസ്സിലായതാണ്. ഒരു വിധത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. നമ്മളെപ്പോഴും ഇതുപോലുള്ള ഓഫീസുകളിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ഓഫീസുകളിൽ പോകുമ്പോൾ
ഒരു മലയാളിനെ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കാര്യമായിട്ട് ചോദിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഞാൻ ഈ PCCക്ക് വേണ്ടി, എൻ്റെ PCCക്ക് അല്ല, എൻ്റെ വൈഫിൻ്റെ PCCക്ക് വേണ്ടി 30,000 രൂപ നഷ്ടപ്പെടുത്താൻ കാരണം ആ ചേട്ടൻ തന്നെയാണ്. ആ ചേട്ടന് കറക്റ്റായിട്ട് അറിയാമല്ലോ UK എംബസിയിലേക്കുള്ള PCC കിട്ടാൻ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെന്ന്. ആ ചേട്ടൻ അവിടെ സ്ഥിരം ഇരിക്കുന്ന ആളല്ലേ, ഏത് ലെറ്ററാണ് വേണ്ടത് എന്ന് അറ്റ്ലീസ്റ്റ് ആ ലെറ്റർ ഒന്ന് കാണിച്ചു തന്നാൽ ഞങ്ങളെ ലെറ്റർ എവിടെന്നെങ്കിലും കണ്ടുപിടിക്കില്ലേ. ഒരു കാര്യം പറയില്ല, ചോദിച്ചു കഴിഞ്ഞാൽ UK എംബസിന് ലെറ്റർ വാങ്ങിച്ചിട്ടോ പോയിക്കോ. 2ാം ദിവസം പോവും, വീണ്ടും ചേട്ടാ UK എംബസിയിൽ പോയി, അവർ പറയുന്ന ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നില്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ UKയിലേക്ക് പോകണ്ട. അങ്ങനെയൊക്കെയാണ് ആ ചേട്ടൻ പറയണത്. ഒരു മലയാളി ചേട്ടനാണ്. സത്യം പറഞ്ഞാൽ മലയാളികൾ തന്നെ മലയാളികളോട് ഇങ്ങനെ ചെയ്യരുത്. ആ ചേട്ടനെ ഈ വീഡിയോ കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ആ ചേട്ടൻ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇതുപോലെ സങ്കടപ്പെടുന്ന കുറേ മലയാളികളുണ്ട്, ഇഷ്ടം പോലെ പേരെ കണ്ടു ഞാൻ അവിടെ. എല്ലാവരും പറയുന്ന ചേട്ടൻ എന്താ അങ്ങനെ. പിന്നെ ഈ ഒരാഴ്ചത്തെ കാര്യം, നമ്മളുടെ PCC ഏജൻസി വഴിയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ കൈ കിട്ടുന്നു. ഏജൻസിക്ക് 30,000 രൂപയും കുവൈറ്റിലാണെങ്കിൽ 150 KD ആണ് നമ്മൾ പേ ചെയ്യുന്നത്. കുവൈറ്റിലുള്ള ഏജൻസിക്ക് 150 KD. സത്യം പറഞ്ഞാൽ ഈ PCCക്ക് 1 KD പോലും അവർ ഫീസ് ഈടാക്കുന്നില്ല. നമ്മൾ ഡയറക്റ്റ് പോയി എടുക്കുകയാണെങ്കിൽ ഏജൻസിക്ക് 150 KD ആണ്. 150 KD എന്ന് പറയുമ്പോൾ നാട്ടിലെ ഇന്ത്യൻ റുപ്പി 30,000 രൂപയാണ്. അതെന്തെങ്കിലും ആ ചേട്ടന് കിട്ടുന്നുണ്ടാവണം. അതുകൊണ്ടായിരിക്കാം ആ ചേട്ടൻ പരമാവധി നമ്മൾക്ക് അവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുകയും നമ്മളപ്പോൾ ഓട്ടോമാറ്റിക്കലി ഏജൻസിയുടെ അടുത്തേക്ക് പോകുമല്ലോ. അപ്പോൾ ഏജൻസിക്കാർ പൈസ വാങ്ങിച്ചാൽ ഏജൻസിക്കാരും ചേട്ടൻ നമ്മൾ ടൈപ്പ് ആയിരിക്കണം. നമ്മൾ ഡയറക്റ്റ് പോയിട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് ഒരാഴ്ച കഴിയാണ്ട് PCC കിട്ടില്ല. ഏജൻസി വഴി അപ്ലൈ ചെയ്താൽ 2 ദിവസത്തിനുള്ളിൽ PCC കിട്ടും. അതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ. ഈ കുവൈറ്റ് PCC എടുത്ത എത്ര പേര് ഇത് ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് അറിയിക്കണം. എല്ലാവരും ഒന്ന് കാണട്ടെ. ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, എനിക്കും ഈ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഏകദേശം 1 മാസത്തിൽ കൂടുതൽ എൻ്റെ വൈഫിൻ്റെ PCCക്ക് വേണ്ടിയിട്ട് ഓടിയിട്ടുണ്ട്. ആ ഓഫീസിൽ എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് പറയാം ആ ചേട്ടൻ്റെ അടുത്ത്. ഞാൻ ആ ചേട്ടനോട് കാര്യമായിട്ട് പറയാൻ വേണ്ടി പോകും, ചേട്ടാ UK എംബസി താൻ കഴിഞ്ഞ ദിവസം വന്നതല്ലേ, തന്നോട് പറഞ്ഞതല്ലേ പോയേ, ഇങ്ങനെയൊക്കെ പറയണം. എൻ്റെ ഉള്ളിലുള്ള വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇനി ആർക്കും ഇതുപോലത്തെ അവസരങ്ങൾ ഉണ്ടാവാതിരിക്കാൻ. ശ്രീനു നിവേദിത പറഞ്ഞിരിക്കുന്നത് സൂപ്പർ ഇൻഫോർമേഷൻ. താങ്ക് യു ശ്രീനു. അടുത്ത കമൻറ്റ് ജിനിൽ അബ്രഹാമാണ്. സജിത് ബ്രോ, ഞാനിപ്പോൾ കുവൈറ്റിലാണ്. ഇവിടെ നിന്ന് PCC എടുത്ത് നാട്ടിൽ പോയതിനു ശേഷം 3 മന്ത് കഴിഞ്ഞിട്ടാണ് UK പ്രോസസ്സിംഗ് എങ്കിൽ നാട്ടിൽ നിന്നും വീണ്ടും എടുക്കേണ്ടി വരുമോ? ഞാൻ ഈ കമൻറ്റിനുള്ള ഉത്തരം നേരത്തെ പറഞ്ഞു. കുവൈറ്റ് PCCയുടെ കാലാവധി 3 മാസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ കുവൈറ്റ് PCC എടുക്കുക. അപ്പോൾ ആ ഒരു വാലിഡിറ്റി നിങ്ങൾക്ക് അതായിട്ട് യോജിച്ചു പോകുന്ന രീതിയിൽ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ഒരു കമൻറ്റിലേക്ക് കിടക്കുകയാണ്. ബ്രോ, UK വിസ എങ്ങനെ അപ്ലൈ ചെയ്യും ഫ്രം കുവൈറ്റ്? ചോദിച്ചിരിക്കുന്നത് ലിജോ ജോണാണ്. 1 വീക്ക് ബിഫോറാണ് ചോദിച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോ ഇത്രയും ക്ലിയർ ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കൊണ്ട് എല്ലാത്തിനുള്ള ഉത്തരവും കിട്ടിയിട്ടുണ്ടാവണം. എല്ലാവർക്കും കുവൈറ്റ് PCCയെ കുറിച്ചുള്ള സംശയങ്ങൾ മാറിയെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെയധികം നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഏജൻസിക്കാരോടൊരു വാക്ക്. നിങ്ങൾ എന്തിനാ ഈ ആൾക്കാർ ഇങ്ങനെ പിഴിയണം? കുവൈറ്റിൽ നിന്ന് PCC എടുക്കാൻ 1 രൂപ പോലും ചിലവില്ലാതിരിക്കുക എന്തിനാണ് നിങ്ങൾ 30,000 രൂപയും 150 KDയും ആൾക്കാരിൽ നിന്ന് വാങ്ങിക്കുന്നത്? ഇതിനുള്ള ഉത്തരം കിട്ടിയാൽ കൊള്ളാം എന്നുണ്ട്. അപ്പോൾ ബൈ.